നമുക്കപ്പോ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത്, ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. റിവിഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടും. നമുക്ക് ഇനി എന്തോരം പോകാനുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോ ഞാനിപ്പോ എല്ലാം ഒന്ന് ഓടിച്ചു പോവാം. നമ്മളിപ്പോ ഇത്രയും ദിവസം എടുത്തൊന്ന് ഓടിച്ചു പോവാണ്. അപ്പൊ നമുക്ക് നല്ലോണം തരാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടിരുന്നാൽ മതി. അപ്പൊ ഈ എസ്സേയുടെ സ്ട്രക്ചർ നമ്മൾ കണ്ടിരുന്നു. ഒരു എസ്സേ എങ്ങനെ ഇരിക്കണം, ആ ഒരു ഫോർമാറ്റ് എങ്ങനെ ഇരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ എസ്സേയുടെ ഫോർമാറ്റ് ഇത് എങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. ഇൻട്രൊഡക്ഷൻ വേണമെന്ന് കണ്ടു, പിന്നെ അതിൻ്റെ അകത്ത് പാരഗ്രാഫ് വേണം നമ്മൾ കണ്ടു. പാരഗ്രാഫിന്റെ അകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ 3 to 5 സെന്റൻസസ്, അതിൻ്റെ അകത്ത് 3 സെന്റൻസ് മിനിമം നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആയിരിക്കണം, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം, പിന്നെ അതിന്റെ എക്സാമ്പിൾ ആയിരിക്കണം, പിന്നെ അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കണം, പിന്നെ മൊത്തം എസ്സേയുടെ കൺക്ലൂഷൻ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് എല്ലാ അക്കാദമിക് എസ്സേ ഇരിക്കാൻ നമ്മൾ ബേസിക്കലി കണ്ടു. അപ്പോ നമ്മുടെ റീഡിങ്ങിന്റെ നമുക്ക് വായിക്കുമ്പോൾ റീഡിങ് നമ്മൾ ഇത് റൈറ്റിംഗ് എക്സാമിനെ കുറിച്ച് പറഞ്ഞേ, നമ്മൾ 4 റീഡിംഗ് എക്സാമിനെ കുറിച്ച് നോക്കുവാണെങ്കിലും ആ റീഡിങ്ങിന്റെ അകത്തും ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആയിരിക്കും. ആ സെന്റൻസിനെ കുറിച്ച് അടിയിൽ പറയാൻ പോകുന്നത്. നമുക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ അടിയിലേക്ക് പോയി നോക്കുക, പിന്നെ അതിന്റെ അടിയിൽ പോയി നോക്കുക, പിന്നെ നമ്മൾ എന്താ പറയുക അതിന്റെ കൺക്ലൂഷൻ വായിക്കുക. അപ്പൊ നമുക്ക് മൊത്തം ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മുടെ എസ്സേ എപ്പോഴും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ വരണം. അത് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ വേറെ ഉദാഹരണം കണ്ടു. ഫോർമാറ്റ് എന്ന് പറഞ്ഞാലും പോരാ, അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ മാട്രിക്സ് ഇസ് സെറ്റ്. ഇതൊരു സിനിമയെ കുറിച്ചാണ്, മാട്രിക്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ആദ്യത്തിന്റെ അകത്ത് മാട്രിക്സ് സെറ്റ് ഇൻ ദ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സംഭവത്തെ കുറിച്ച് പറയണേ. അപ്പോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുകയാണ്, പിന്നെ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ നോക്കുക, രണ്ടാമത്തെ പാരാഗ്രാഫിന്റെ അത് കോസ്റ്റ്യൂമിനെ കുറിച്ച് പറഞ്ഞിരിക്കണേ. അപ്പൊ കോസ്റ്റ്യൂമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണേ. പിന്നെ നിയോ എന്ന് പറയുന്നത് ആ സിനിമക്കകത്തെ ഒരു കഥാപാത്രമാണ്. പറ്റുവാണെങ്കിൽ മാട്രിക്സ് എന്ന സിനിമ കണ്ടു നോക്കിയോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മൂവി, അത് യൂട്യൂബിലുണ്ട്. നിയോ എന്ന് പറഞ്ഞ ആളുടെ കോസ്റ്റ്യൂം ഇതിനു വേണ്ടി കാണണ്ട കേട്ടോ. നിയോ എന്ന് പറയുന്ന ആളുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കോസ്റ്റ്യൂം ഇമ്പോർട്ടൻസ് ചെയ്യുന്നത്, കോസ്റ്റ്യൂം കഴിഞ്ഞു. പിന്നെ നോക്കുക, സ്പെഷ്യൽ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ എഫക്റ്റിന്റെ എക്സാമ്പിളെ കുറിച്ചിരിക്കുന്നത്, എക്സാമ്പിൾ, എക്സ്പ്ലനേഷൻ ആൻഡ് കൺക്ലൂഷൻ. പിന്നെ നോക്കുമ്പോൾ ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലൈറ്റിംഗ് എഫക്റ്റിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ എക്സാമ്പിൾ, അതിന്റെ കൺക്ലൂഷൻ. ഈ ഒരു ഫോർമാറ്റ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എസ്സേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അപ്പോ ഈ ഒരു പിക്ചർ ഇങ്ങനെ പേപ്പർ തന്നെ ഉണ്ടെങ്കിൽ എളുപ്പമാണത്. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ്, അതായത് പോയിന്റ് ആദ്യത്തെ വാക്കുകൾ മാത്രം നമുക്കിവിടെ എഴുതി വെച്ചാൽ മതി, ആ വേർഡ് മാത്രം. അപ്പോ ആ വേർഡ് മാത്രം എഴുതി വെക്കുമ്പോ ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ആ വേർഡ് മാത്രം എഴുതി വെക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ഫർദർ പോയായിരുന്നു. എന്താണത്? കാരണം നമ്മുടെ ഓഡിയൻസ് ആരാ? നമ്മൾ എഴുതുന്നത് വായിക്കുന്ന എക്സാമറാ. അപ്പൊ എക്സാമിനറുടെ മൈൻഡ്, ബ്രെയിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് അവന് സെന്റൻസസും കാണണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ പോകുന്നത് സിമ്പിൾ സെന്റൻസ്, ഒരു കോംപ്ലക്സ്, COPX എഴുതാൽ മതി. കോംപ്ലക്സ്, ബാസ്കറ്റ് ഫ്രണ്ട് എന്ന് കൊടുക്കുക, ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ്. എക്സാമ്പിൾ പറഞ്ഞാണ്. പിന്നെ നമുക്ക് ആ തീം അനുസരിച്ച് നമുക്ക് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പിന്നെ ഒരു കോംപ്ലക്സ്, ബാസ്കറ്റ് ഫ്രണ്ട്, ബാസ്കറ്റ് ബാക്ക്, ഒരു ബാസ്കറ്റ് മിഡില്, ഒരു എക്സാമ്പിള്, അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് എക്സാമ്പിള്. പിന്നെ ഇതൊരു കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. സോ നമ്മൾ എഴുതാൻ പോണ സെന്റൻസിന്റെ ഫോർമാറ്റും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പൊ എന്ന് പറയുമ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരിക്കലും ഒരു ഞെട്ടൽ വരില്ല. അപ്പൊ അതിന്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ ഐഡിയ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ കണ്ടു എന്തെല്ലാം ടൈപ്പ് സെന്റൻസുകൾ നമ്മൾ ഇപ്പൊ എത്ര ദിവസം പഠിച്ചത് നമുക്ക് നോക്കാം. എത്ര ദിവസം നമ്മൾ പഠിച്ചതെന്ന് പറയുമ്പോ ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഈ ഒരു ഫോർമുല നമ്മൾ നല്ലോണം കാണാൻ പറയാൻ പഠിക്കണം. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു.
അപ്പൊ ഈ ഒരു ഫോർമുല കാണാപ്പടം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫിന്റെ അകത്ത് കമ്പയർ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത്യാവശ്യം കോമ്പൗണ്ട് സെന്റൻസും സിമ്പിൾ സെന്റൻസും ഉപയോഗിച്ച് നമ്മുടെ ഗ്രാഫിന്റെ അകത്ത് നമ്മൾ ആ ഡാറ്റ കൊടുക്കാനും പിന്നെ കമ്പാരിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കമ്പാരിസൺ സെന്റൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ്. ഈ എക്സാമ്പിളും ഈ ഫോർമാറ്റും പഠിച്ചു വെച്ചാൽ നമ്മൾ ലൈഫ് ആ സെന്റൻസുകൾ ഉണ്ടാക്കാൻ. അപ്പൊ ഇപ്പൊ നമ്മള് എന്താ പറയണേ, അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടു 10 പോയിന്റ് നമ്മൾ എടുക്കുക ഒരു ഗ്രാഫിന്റെ അകത്തുനിന്ന്. എന്തെങ്കിലും 10 പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പോയിന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ടൈപ്പ് സെന്റൻസുകൾ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഇന്ന് ഡീറ്റെയിൽ നോക്കിയിരുന്നു എന്തെല്ലാം ടൈപ്പ് സെന്റൻസ് ആണുള്ള വരും. പിന്നെ നമ്മൾ അടുത്ത വേറെ ടൈപ്പ് സെന്റൻസ് കണ്ടിരുന്നു, ഡി 4ാമത്തെ ടൈപ്പ്. പിന്നെ നമ്മൾ 5ാമത് വേറൊരു ടൈപ്പ് സെന്റൻസ് നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം നമ്മൾ ഫേസ്ബുക്കിന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ കുറച്ച് സെന്റൻസ് വായിച്ചു നോക്കാം. Ina is more beautiful than any other girls in the class. None of these dear to me than my mother. Okay. A foolish friend can be more dangerous than a wise enemy. Okay. A pen is a mightier than a sword. അപ്പൊ നമ്മുടെ ഗ്രാഫിന്റെ അകത്ത് ഒരു സൈഡിൽ പേനയെ കുറിച്ചും സ്വാഡിനെ കുറിച്ചും പറഞ്ഞിരിക്കണമെങ്കിൽ അതിനെ രണ്ടുപേരെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ പെന്നും സ്വാഡും ഉപയോഗിക്കാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ആ നമ്പറും മാത്രം നമ്പറോ പെർസെന്റേജോ എന്താണ് നമുക്ക് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ സെന്റൻസ് ഓട്ടോമാറ്റിക്കലി അപ്പൊ നമ്മുടെ ബേസിക് സെന്റൻസിന്റെ അകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് പോവാം. ബേസിക്കലി പറയുകയാണെങ്കിൽ ബാസ്കറ്റ് ആഡ് ചെയ്ത് നമുക്ക് പോവാം. സിനി കേക്കാവോ? സിനി സിനി കേക്കാവോ? സിനി കേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മളിപ്പോ ഇത്രയും ദിവസം പഠിച്ചൊന്ന് റിഫ്രഷ് ചെയ്യുക ചെയ്തേ. ഇന്നിപ്പോ എല്ലാം നമ്മൾ റിഫ്രഷ് ചെയ്താൽ പോകാൻ പോകണം. സോ അത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ടോപ്പിൽ ഒന്ന് തിരിച്ചു പോകണം. തുടങ്ങിയുള്ള ക്ലാസ്. ഓക്കെ. നമ്മളിപ്പോ ഇത്രയും ദിവസം നമ്മൾ എന്ത് പഠിച്ചു അത് മൊത്തം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക. കാരണം മൺഡേ മുതൽ നമ്മൾ വേറെ ഡിഫറെന്റ് ബോൾ ഗെയിം ചെയ്യാൻ പോകണം കേട്ടോ. കാരണം ഈ തവണ നമുക്കിത് പാസ്സായേ പറ്റുള്ളൂ. വാട്ടർ റേസ്. അപ്പോ നമ്മൾ കണ്ടിരുന്നു എസ്സേയുടെ സ്ട്രക്ചർ കണ്ടിരുന്നു, ഇൻട്രഡക്ഷൻ, പാരഗ്രാഫ്സ്. പാരഗ്രാഫ് ഇൻട്രഡക്ഷന്റെ അകത്ത് 3 or 5 സെന്റൻസ് കൊടുക്കാം. ഈ പാരഗ്രാഫിന്റെ അകത്ത് വന്നിരിക്കുന്നത് ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് പറയും. പിന്നെ എക്സ്പ്ലനേഷൻ, എക്സാമ്പിള്, കൺക്ലൂഷൻ. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം കൃത്യമായിട്ട് നമ്മുടെ പോവുക. അപ്പൊ നമ്മൾ റീഡിംഗ് ചിന്തിക്കുക. റീഡിംഗ് എന്ന് പറയുമ്പോൾ റീഡിങ്ങിന്റെ എല്ലാ ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആയിരിക്കും. അതിന്റെ 2ാമത്തെ 3 സെന്റൻസ് പറയുമ്പോൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും, എക്സാമ്പിൾ ഉണ്ടാവും, പിന്നെ കൺക്ലൂഷൻ ഉണ്ടാവും. കഴിവുള്ള ആൾക്കാർ ഞാൻ പണ്ടും പറയാറുണ്ട് ഇത് മുകളിലും താഴേക്ക് ഇട്ട് വെക്കും. പക്ഷെ ടോപ്പിക് സെന്റൻസ് ഒരിക്കലും മാറില്ല. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് നോക്കാം. ഈ ടോപ്പിക്കിലേക്ക് നോക്കിയേ. ഈ ടോപ്പിക്കിൽ ഇപ്പൊ റീഡിങ്ങിലാണെങ്കിൽ ഈ മാട്രിക്സ് എന്ന സിനിമയുടെ കഥയാണത്. മാട്രിക്സ് സെറ്റ് ഫോർ എ ഫ്യൂച്ചർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, റീഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ മാട്രിക്സ് സെറ്റ് ഫോർ എ ഫ്യൂച്ചർ എന്നാണെങ്കിൽ ഓക്കെ. അപ്പൊ ആ ടോപ്പിക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ബ്രില്യന്റ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കി, അപ്പൊ അതിന്റെ എക്സാമ്പിൾ വായിച്ചു നോക്കി. അപ്പൊ അതിന്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. 2ാമത്തെ പാരഗ്രാഫ് എടുത്ത് നോക്കിയേ. സെയിം തീം ഉപയോഗിച്ചാണ്. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. കോസ്റ്റ്യൂം. നമ്മുടെ ക്വസ്റ്റ്യൻ റീഡിങ്ങിലെ കോസ്റ്റ്യൂമിനെ കുറിച്ചാണെങ്കിൽ കോസ്റ്റ്യൂം ഓക്കെ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൺക്ലൂഷൻ. ഈ പാരഗ്രാഫിന്റെ അകത്ത് കോസ്റ്റ്യൂമിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹൗ കോസ്റ്റ്യൂംസ്, നിയോസ് കോസ്റ്റ്യൂംസ്, വൈ കോസ്റ്റ്യൂംസ്. സ്പെഷ്യൽ എഫക്ട്സ്. ഈ പാരഗ്രാഫിന്റെ അകത്ത് സ്പെഷ്യൽ എഫക്ട്സിനെ കുറിച്ച് മാത്രമേ പറയാവുള്ളൂ. വേറെ ഒന്നിനെ കുറിച്ചും പറയാൻ പാടില്ല. ഇമ്പോസിബിൾ. അപ്പോ എക്സ്പ്ലനേഷൻ, അതിന്റെ എക്സാമ്പിൾ, കൺക്ലൂഷൻ. അപ്പൊ നമുക്കിപ്പോ ഇതുമ്പോ റൈറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. റീഡിങ്ങിനാണെങ്കിൽ ആ സ്പെഷ്യൽ എഫക്ട്സിനെ കുറിച്ച് നമുക്ക് ചോദ്യമായിട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ പറയാണ്, പശു എന്നാണ് ചോദ്യത്തിൽ വന്നിരിക്കണമെങ്കിൽ നമ്മൾ തപ്പണം പോകേണ്ടത്. ഇപ്പൊ ഇതിന്റെ അകത്ത് കോസ്റ്റ്യൂം എന്ന് വന്നേക്കണം. എല്ലാത്തിനും കോസ്റ്റ്യൂം എന്ന് വന്നേക്കണം. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നേക്കണത് ക്ലോത്ത് എന്നാണ് വിചാരിച്ചത്. ക്വസ്റ്റ്യൻ ക്ലോത്ത് എന്ന് വന്നേക്കണേ. ഈ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ തപ്പി പോകുമ്പോൾ നമ്മൾ കോസ്റ്റ്യൂം കണ്ടുകൂട്ടി. കണ്ടോ? ക്ലോത്തിന്റെ മറ്റൊരു പേരാ. ഇതിനകത്ത് വേറെ രീതി വരാം. ബോംബെ ഡൈയിങ് എന്ന് വരാം.
ഓക്കെ, ബോംബെ ഡേ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ തപ്പി ബോംബെ ഡേക്ക് പോകുമ്പോൾ കോസ്റ്റ്യൂം, അപ്പൊ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ വി ഹാവ് ടു സെർച്ച് ഹിയർ വാട്ട് എവർ. അത് റീഡിങ്ങിന്റെ. റൈറ്റിംഗിന്റെ ആണെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ടോപ്പിക് അതാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ലൈറ്റിംഗ് എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലൈറ്റ് എഫക്ട്സിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ലൈറ്റിങ്ങിന്റെ എക്സാമ്പിൾ ആണ്, കൺക്ലൂഷൻ ആണ്. അപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ എസ്സേക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത് ഈ ഒരു ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഓക്കെ, ടോപ്പിക്, സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. അടുത്ത് അപ്പൊ അത് നമ്മുടെ കയ്യിൽ വേറെ, നമ്മൾ ഇതിപ്പോ സാധാരണ ലെവലാണ്, പക്ഷെ നമ്മൾ IELTS നമ്മൾ തുമ്പിനെ കല്ലെടുക്കുന്ന പഠിപ്പിക്കാൻ പോവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വി ആർ റിയലി ഗോയിങ് ടു പ്ലാൻ വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് വി ആർ റൈറ്റ്. അപ്പോ ഇത് ടോപ്പിക്, സെന്റൻസ്, കോസ്റ്റ്യൂം അല്ലെ, നമ്മൾ കണ്ട കോസ്റ്റ്യൂം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ നമ്മൾ എഴുതുവാണ് ഒരു കോമ്പൗണ്ട് സെന്റൻസ്, കോമ്പൗണ്ട് എന്ന് എഴുതുവാണ്. അപ്പൊ നമുക്ക് ആ കോസ്റ്റ്യൂമിനെ കുറിച്ചുള്ള ഐഡിയ ആ കോമ്പൗണ്ട് അതേ കൊണ്ടുവന്നാൽ മതി. ദാറ്റ് മീൻസ് ഈസിയായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കോസ്റ്റ്യൂം, കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, നമുക്ക് പറയാം മാട്രിക്സ്, the costumes in Matrix movie is very special, comma, and it is only this is the first time this type of costume showing in the movie. So I brought my idea into that sentence. ഇത് ചുമ്മാ വരില്ല, we have to practice it. നമുക്ക് ഡിഫറെന്റ് വേ അത് പ്രാക്ടീസ് ചെയ്യാം, ഡോണ്ട് വറി. അപ്പോ നമ്മുടെ ഐഡിയ നമ്മൾ ആ സെന്റൻസിന്റെ അകത്ത് കൊണ്ടുവരാനുള്ള പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സാധനം അവിടെ കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോ ഇവിടുന്ന് കോംപ്ലക്സ് പ്രാക്ടീസ് പോയി നടക്കില്ല, ഇറ്റ് വിൽ നോട്ട് കം. സോ വി ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് വൺ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ചെയ്തതാണ് കോമ്പൗണ്ട് സെന്റൻസ്, ബാസ്കറ്റ്, ഫ്രണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ബിക്കോസ് ദ കോസ്റ്റ്യൂംസ് ആർ ഗുഡ്, കോമ, നിയോ ഇസ് വെയറിംഗ് ഓൾ ദ ടൈം. വൈ നോട്ട്? അപ്പൊ എന്റെ ഐഡിയ എന്ന് പറയുമ്പോ ഞാൻ എക്സാമിനേക്കാളും കണ്ണിങ് അവിടെ. I'm going to cheat him because what examiner want, അവന്റെ മുമ്പിൽ എനിക്ക് ഇത്ര ടൈപ്പ് ഓഫ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ വെച്ചു കൊടുക്കണം. അപ്പോ എക്സാമിനെ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, അതോടൊപ്പം നമ്മൾ എക്സാമിനർ മുഖം എപ്പോഴും കാണണം. അപ്പോ നമ്മൾ അവന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യണം, I have a very good command on English, I can make any sentences. സോ കോംപ്ലക്സ് സെന്റൻസിന്റെ എന്ത് രൂപം ഉണ്ടാക്കാൻ അറിയാവുന്ന നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ. സോ വി ആർ ഫോക്കസ് ദാറ്റ് വേ. പിന്നെ നമ്മൾ ഡിഗ്രി ഓഫ് കമ്പാരിസൺ പറഞ്ഞു. ഡിഗ്രി ഓഫ് കമ്പാരിസൺ പറയുമ്പോൾ ഈ ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉപയോഗിക്കുന്നത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എവിടെയാ? നമ്മുടെ ഗ്രാഫിനാണ് ഉപയോഗിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമ്മൾ പറയും കമ്പയർ വേർ എവർ നെസസറി എന്ന് പറഞ്ഞോ അതിനകത്ത്. അപ്പോ കമ്പയർ ചെയ്യാനുള്ള ഫോർമയാണത്. മാധവിയെ കുറിച്ചും പത്മജയെ കുറിച്ചും നമ്മുടെ ഗ്രാഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? മാധവി ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പത്മജ. ആൾക്കാരുടെ ബ്യൂട്ടിയെ കുറിച്ചാണ് ഗ്രാഫ് വന്നേക്കണേ. അടിയിൽ മാധവി, മുകളിലേക്ക് ബ്യൂട്ടി, അത്ര ടൈപ്പ് എന്നുള്ളത്. അപ്പോ വി ഹാവ് ടു യൂസ് മാധവി ഈസ് വെർബ്. ഈ അസ് ഇവിടെ അസ് അങ്ങനെ എഴുതണം. പോസിറ്റീവ്, ബ്യൂട്ടിഫുൾ പോസിറ്റീവ്. ഈ അസ് വീണ്ടും അവിടെ വന്നേക്കണം പത്മജ. രണ്ടാമത്തെ എടുത്ത് നോക്കിയേ, പത്മജ ഈസ് നോട്ട് മോർ ബ്യൂട്ടിഫുൾ ദാൻ മാധവി. നമ്മൾ കമ്പാരിസൺസ് ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മൾ അങ്ങനെ എഴുതാൻ അതിൻ്റെ അകത്ത് നോക്കുക. പത്മജ സബ്ജക്ട്, വെർബ് എന്തുട്ടാ? ഈസ്. പിന്നെ ഈ പെർമനന്റ് നോട്ട് ഇവിടെ ഉണ്ട്. ആ നോട്ട് അങ്ങനെ തന്നെ അവിടെ എഴുതണം. പിന്നെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്, മോർ ബ്യൂട്ടിഫുൾ. ഈ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പൊ മോർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാണ് കമ്പാരിസൺ തന്നെ. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഫോമാണ്. പിന്നെ എഡ്യൂക്കേഷൻ സബ്ജക്ട്, വെർബ്, നോട്ട്. ആ പെർമനന്റ് നോട്ട് എല്ലായിടത്തും വന്നത്. നോട്ട് 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 എല്ലാത്തിനും നോട്ട് കൊടുക്കും. നോട്ട്. സോ ഈ ഫോർമുല നമ്മൾ പഠിക്കണം. ഈ ഫോർമുല പഠിച്ചിട്ട് ഈ കമ്പാരിറ്റീവ് ഫോം നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചത്. കാരണം എക്സാമിന് നമ്മൾ ടെസ്റ്റ് ചെയ്യണത് ഈസ് ദിസ് പേഴ്സൺ ക്യാൻ മേക്ക് എ കമ്പാരിറ്റീവ് സെന്റൻസ് ഓർ നോട്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അടുത്ത ഫോർമുല ശ്രദ്ധിക്കുക, കണ്ടോ? പിന്നെ അത്
subject verb not so positive adjective as object. Ramya is not so attractive as Madhavi. Okay, Madhavi verb is more attractive than Ramya. Okay, don't worry. But അടുത്ത ടൈപ്പ് നോക്കുക. Mother Teresa is kinder than any other woman. Mother Teresa is kinder comparative than any other old woman. കണ്ടോ? ആ ദാൻ എനി ഓൾ എന്ന് പറഞ്ഞാൽ അവിടെ മസ്റ്റായിട്ട് വന്നിരിക്കണം. കാരണം അത് ഫോർമുലയുടെ ഭാഗമാണത്. നമ്മള് മലയാളത്തിൽ നിന്ന് ഒരിക്കലും ഇംഗ്ലീഷിലേക്ക് നമ്മൾ കമ്പാരിറ്റീവ് സെന്റൻസ് തർജ്ജമ ചെയ്യരുത്. അങ്ങനെ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ സെന്റൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോ ഇതിനകത്ത് നോക്കുക, വെരി ഫ്യൂ ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ ആസ് പത്മജ. നമ്മുടെ ഫോർമുല അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. നോക്കിയേ, വെരി ഫ്യൂ വന്നു, സബ്ജക്റ്റ് വെർബ് ആസ്, അട്രാക്റ്റീവ് ആസ് ഒബ്ജക്റ്റ്, ബ്യൂട്ടിഫുൾ ആസ് പത്മജ. അപ്പോ നമ്മൾ ഈ ടൈപ്പ് സെന്റൻസ് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ടൈപ്പ് സെന്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം അത്രയും ഫോർമുല കാണാപ്പാടം പഠിക്കുക. നമ്മൾ ആ ടെൻസ് പഠിച്ച പോലെ തന്നെ. ഇവിടെ നോക്കുക, the following sentences into other degrees of comparison. Cricket is more exciting than any other sport. Than any other sport. അത് നമ്മുടെ ഫോർമുലയുടെ ഭാഗം അല്ലെ. ഈ ദാൻ നമ്മുടെ ഫോർമുലയുടെ ഭാഗം. ഈ ദാൻ നമ്മുടെ ഫോർമുലയുടെ ഭാഗം. ഈ ദാൻ ഫോർമുലയുടെ ഭാഗമാണ്. ഫോർമുലയാണ്. ഫോർമുല കണ്ടോ? നോ അതർ. ഇതൊക്കെ നമ്മുടെ ഫോർമുലയുടെ ഭാഗം. സോ കമ്പാരിറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനുള്ള അത്രയും ഫോർമുല നമ്മൾ പഠിക്കാതെ പോയിട്ട് IELTS എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്സാവില്ല. ബേസിക്കലി അത്രേ ഉള്ളൂ. ഡോണ്ട് വറി. But we have to study that one, okay? We are really studying. We are really working with this time very hard. നോക്കുക, നമ്മൾ ഡയഗ്രാം വായിക്കാൻ പഠിച്ചിരുന്നു. ഇൻക്രീസ്ഡ് ഗ്രാജുവലി, ചെറിയ സ്ലോപ്പ് ഉണ്ടല്ലേ. ഇൻക്രീസ്ഡ് 1990 മുതൽ 2030 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്റെ സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1000 തൊട്ട് 80,000 രൂപ വരെ. ഞാൻ വെറുതെ ഒന്നും കൂടെ വായിക്കാൻ മലയാളത്തിൽ, അപ്പൊ നമുക്ക് നല്ലോണം തറവായിട്ട്. 1990 ഞാൻ ഇന്ത്യയിൽ ആർന്നപ്പോ എന്റെ സാലറി 2000 രൂപയായിരുന്നു. അത് ഇൻക്രീസ്ഡ് ഗ്രാജുവലി ആയി. ഞാൻ ഒരു 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോ ഇൻക്രീസ്ഡ് ഗ്രാജുവലി ആയി, അല്ലെങ്കിൽ ക്ലൈംഡ് സ്ലോലി, റോസ് സ്ലോലി. 1996 ആയപ്പോഴത്തേനും അത് 33,600 രൂപയായി. ഇവിടെ വേറൊരു മാറ്റം സംഭവിച്ചത് 1990 മൈ സാലറി ക്ലൈംഡ് സ്ലോലി, ക്ലൈംഡ് ഗ്രാജുവലി, ഇൻക്രീസ് സ്ലോലി. അവിടെ സ്ലോപ്പാണ് കേട്ടോ. 3600 രൂപയായിരുന്നു. ഈ 98 ഞാൻ UK വന്നു. UK വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? 3600 ഒരു മാസം സാലറി ഉണ്ടായിരുന്ന എനിക്ക് ജംപ്ഡ് ഡ്രമാറ്റിക്കലി ആയിട്ട് 70,000 രൂപയായിട്ട് കൂടി. അല്ലെങ്കിൽ സർജ് ഡ്രമാറ്റിക്കലി, അല്ലെങ്കിൽ റോഡ് ഡിസൈഡ്സിലി ആയിട്ട്, ജംപ്ഡ് ഡിസൈഡ്സിലി ആയിട്ട് എന്റെ സാലറി 70,000 രൂപയായിട്ട് മാറി. അത് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചേ, അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ശരിയായി, കല്യാണമൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറഞ്ഞ, കുറെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ പതുക്കെ മടിയായി. പിന്നെ ആദ്യത്തെ കൊച്ചുണ്ടായി, അപ്പത്തേനും ഡ്യൂട്ടി കുറയ്ക്കേണ്ടി വന്നു. അപ്പൊ എന്താ സംഭവിച്ചു നോക്കുക, എന്റെ സാലറി 70,000 രൂപ ഉണ്ടായിരുന്ന സാലറി ഫെൽ സിഗ്നിഫിക്കന്റ്ലി ആയിട്ട് 2000 പോകുന്നു. അല്ലെങ്കിൽ ഡ്രോപ്പ് ഡ്രമാറ്റിക്കലി ആയിട്ട് പോകുന്നു, പ്ലഗ്ഡ് ഡ്രമാറ്റിക്കലി ആയിട്ട് പോകുന്നു, ഡ്രോപ്ഡ് കൺസിഡറബിളി ആയിട്ട് പോകുന്നു. കണ്ടോ? ഇതെല്ലാം LY വന്നേക്കണൊക്കെ അഡ്വർബാ. ഇതൊക്കെ വെർബും അല്ലെ. ശ്രദ്ധിക്കുക, ഇതൊക്കെ വെർബുമാണ്, ഇതൊക്കെ അഡ്വർബ്സും ആണ്. അപ്പോ ഒരു വെർബിന്റെ തൊട്ടടുത്ത് പോകുന്ന അഡ്വർബ് വരാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിനെ കുറിച്ച്.
അല്ലെ? അപ്പോ വെർബിനോട് ചേർന്ന് അപ്പോ വേർ വി ആർ ഗോയിങ് ടു പ്ലേ വിത്ത് വി ആർ പ്ലേ നമ്മൾ ഇപ്പൊ ഈ വെർബുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു ഒരു ട്രെയിൻ ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ ആ എഞ്ചിൻ മുന്നോട്ട് പോകണമെങ്കിൽ ബാക്കിയൊക്കെ പുറകെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഈ വെർബുകളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഈസി ആയിട്ട് എഴുതാം. അതിന്റെ ഒപ്പം നമ്മൾ കുറച്ച് ഗോസിപ്പ് ചേർക്കാൻ കൂട്ടിയാൽ മതി. ഡ്രാമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി ഗോസിപ്പ് വാക്കുകളാണല്ലോ. അപ്പോ ഗോസിപ്പ് ചേർത്ത് മാത്രമേ. അപ്പൊ 2000 സംഭവിച്ചേ ഡിക്രീസ് ഗ്രാജുവലി, ഇവിടെ ഇൻക്രീസ്ഡ് ഗ്രാജുവലി, ഇവിടെ സംഭവിച്ചേ ഡിക്രീസ്ഡ് ഡിക്ലൈൻഡ് സ്ലോലി. അപ്പൊ ഇപ്പൊ ഈ വെർബുകളുടെ ഉപയോഗം എന്തെന്ന് അതൊന്നും നമുക്കുള്ള ഉപകാരം നമുക്ക് മനസ്സിലായിപ്പോ. അത് കണ്ട് സംഭവിച്ചേ 2006 കഴിഞ്ഞ് കുട്ടികൾ 2 ആയി. ഞാൻ UK തന്നെ താമസിക്കുന്നു. അപ്പൊ പിന്നെ പഠിക്കാൻ പോവാന്ന് പറഞ്ഞ കാര്യമില്ല. അച്ഛനും ബെനിഫിറ്റ് ഒക്കെ മേടിച്ചു, സെറ്റപ്പ് ഒക്കെ ആയി. പിന്നെ നോർമൽ അവേഴ്സ് ഒക്കെ ചെയ്യണുള്ളൂ. എപ്പോ സംഭവിച്ചു 2006 തൊട്ട് 2030 വരെ സ്റ്റെബിലൈസ്ഡ് അറ്റ് എ സെയിം ലെവൽ, റിമൈൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് സാലറി റിമൈൻ കോൺസ്റ്റന്റ് ആയിട്ട് പോയി, അല്ലെങ്കിൽ റിമൈൻഡ് അറൌണ്ട് ആയിട്ട് പോയിന്റെ സാലറി എന്നോട്ട് 2006 തൊട്ട് 2030 വരെ. ബേസിക്കലി അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത്രയും വെർബുകൾ നമ്മൾ കാണാപ്പടം പഠിച്ച് ആ വെർബുകളുടെ ഒപ്പം ഗോസിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫിനെ നമുക്ക് എന്തും എഴുതാൻ പറ്റും. ഇതാണ് ഗ്രാഫിന്റെ ലാംഗ്വേജ്, ഇതാണ് ഗ്രാഫിന്റെ ഒക്കാബുലറി. ഓക്കെ, സോ ഇത് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങനെ ഒരു കോളം ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഒരു കോളം ഇങ്ങനെ വരച്ചു, ഒരു കോളം ഇങ്ങനെ വരച്ചു, ഒരു കോളം ഇങ്ങനെ വരച്ചു. അപ്പൊ ഈ വലം കെട്ട് കഴിഞ്ഞാൽ അതൊരു ബാർ ചാർട്ടായിട്ട് മാറും. നമ്മൾ ഇതിന് പഠിച്ച ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ പിന്നെ നോക്കിയാൽ കോമ്പൗണ്ട് സെന്റൻസ്. നമുക്ക് അവസരം ഒന്നും കൂടെ നോക്കാം. കോമ്പൗണ്ട് സെന്റൻസ് ഞാൻ ചൂസ് ചെയ്തിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കോമ്പൗണ്ട് സെന്റൻസ് നോക്കാം കേട്ടോ. നമ്മൾ പിന്നെ കോംപ്ലക്സ് സെന്റൻസുകളെ കുറിച്ച് പഠിച്ചു. കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്താ പഠിച്ചേ? വി നോ വാട്ട് ഈസ് കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വന്നേ? ബാസ്കറ്റും ബൈക്കും വന്നല്ലേ. ബാസ്കറ്റും ബൈക്കും വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ബാസ്കറ്റ് ഫ്രണ്ടിൽ വെക്കണം, നടുക്ക് വെക്കണം, ബാക്കിൽ വെക്കണം. നല്ല കഴിവുള്ള, അപ്പൊ നല്ല ബാലൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ബാസ്കറ്റ് ഫ്രണ്ടിലും നടുക്കും ബാക്കിലും വെച്ച് ചവിട്ടാൻ പറ്റും അല്ലേ. ബേസിക്കലി അത്ര തീമുള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് ആ ബൈക്ക് ചവിട്ടാനുള്ള ബാലൻസ് നല്ലോണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്മാർട്ട് ആണ് ചവിട്ടണമെങ്കിൽ നമുക്ക് ഒരു ബാസ്കറ്റ് ഫ്രണ്ടിലും വെക്കാം, ഓരോ നടുക്കും വെക്കാം, ഓരോ ബാക്കിലും വെക്കാം. ആരും നമ്മൾ ഒന്നും പറയില്ല, കാരണം വി നോ എക്സാക്ട്ലി. പക്ഷെ സൈഡിൽ വെക്കാൻ പോകരുത്, കാരണം സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിടിക്കും ചവിട്ടുമ്പോ കേട്ടോ. ബി കെയർഫുൾ. അതാണ് നമുക്ക് എപ്പോഴും പറഞ്ഞ കാര്യം. അതിനൊന്ന് അങ്ങനെ സൈഡിൽ വെക്കുന്നത് റണ്ണിങ് സെന്റൻസ് എന്ന് പറയണേ കേട്ടോ. നമുക്ക് ഇനി കുറച്ച് കോംപ്ലക്സ് സെന്റൻസ് ഞാൻ വായിക്കാൻ പോവാ. ഞാൻ ഇതിന്റെ അകത്ത് ആ എക്സാമ്പിൾസ് വായിക്കാൻ പോവാം, കാരണം നമുക്ക് ആ ഫെമിലറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് വായിച്ചു വരുമ്പോ ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിച്ചാൽ മതി. ബൈക്ക് ഏതാ, ബാസ്കറ്റ് ഏതാ. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് എന്നോ അഡ്വർബ് ക്ലോസ് എന്നോ ഡിപെൻഡന്റ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുറച്ച് സെന്റൻസ് വായിക്കാം. ഓക്കെ, ദ മോർ ഇമ്പോർട്ടന്റ് ഡാറ്റ സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ അതിനകത്തൊരു ബൈക്ക് വേണം. ബൈക്ക് ഉണ്ടെങ്കിൽ 2 ടയർ വേണം അല്ലെ. സെന്റൻസിന് ടയർ മസ്റ്റായിട്ടും വേണം. പിന്നെ ലെസ് ഇമ്പോർട്ടന്റ് ഐഡിയ ഈ സ്റ്റേറ്റഡ് ഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ ഒരു സെന്റൻസ് നമുക്ക് നല്ല നീട്ടത്തിൽ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയക്കകത്ത് ഇപ്പൊ മാണി രാജിവെച്ചു എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഡിപെൻഡന്റ് ക്ലോസ് നോക്കിയ. എന്താ ഓക്കെ, എന്നാ മാണി വേണ്ട, മോദി രാജിവെച്ചു എന്നാണെങ്കിൽ നമുക്കത് ആ സെന്റൻസിന്റെ അകത്ത് കുറെ ബാസ്കറ്റ് അങ്ങനെ കയറ്റാൻ പറ്റും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോദി. ഓക്കെ, മലയാളത്തിൽ ഞാൻ ഇംഗ്ലീഷ് അല്ല മലയാളത്തിൽ ഞാൻ കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോദി. അത് വേണ്ടതെന്ന് പറഞ്ഞേ ഇന്നലെ വേണമെങ്കിൽ കൊടുക്കാം. ഇന്നലെ വൈകിട്ട്
രാജിവെച്ചു. രാജിവെച്ച് എന്താ ചെയ്തത്? രാജി കത്ത് രാജ്ഭവനിൽ കൊണ്ടുപോയി കൊടുത്തു. രാജിക്കത്തുമായി രാജ്ഭവനിലേക്ക് പോയി. കണ്ടോ, ഒരു മെയിൻ സെന്റൻസിന്റെ ഒപ്പം ആ രാജിവെച്ചുമ്പോൾ രാജിക്കത്ത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടാണ്, മോദിയായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഞാൻ നടുക്കും എല്ലായിടത്തും മലയാളത്തിൽ തന്നെ ഒരു സെന്റൻസ് ഞാനങ്ങ് വിശദീകരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു സെന്റൻസ് വലിച്ചു നീട്ടാം. എന്തും വേണമെങ്കിലും നമ്മള് കെയർഫുൾ ആയിട്ടും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ ബാസ്കറ്റ്, അതായത് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസിന്റെ അകത്ത് ഒരു ഐഡിയയെ പാടുള്ളൂ. മോദി രാജിവെച്ചു എന്ന് പറഞ്ഞതിനകത്ത് ഒറ്റ ഐഡിയ ഉള്ളൂ. അതിന്റെ ഒപ്പം നമുക്ക് വേറെ ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ മോദി രാജിവെച്ചു എന്ന് പറഞ്ഞ മെയിൻ ഐഡിയക്കകത്തേക്ക് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചു, ശ്രദ്ധിക്കുക. ഒരു 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 സപ്പോർട്ടിംഗ് പാരഗ്രാഫിന്റെ അകത്ത് ഒരു ടോപ്പിക് സെന്റൻസ്, ഒരു എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ റീഡിങ്ങിന്റെ അകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വലിയ സെന്റൻസ് കാര്യം കൊടുത്തിരിക്കുക അതിന്റെ അടുത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേട്ടോ, നമ്മളതിന്റെ ബേസിക് പഠിക്കുക. അപ്പൊ ഒരു സെന്റൻസില് നമ്മൾ ഒരു പാരഗ്രാഫിൽ ഒരു ഐഡിയ പാടുള്ളൂ എങ്കിൽ ഒരു സെന്റൻസില് ഒരു ഐഡിയ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഐഡിയ ഒരിക്കലും ചേർക്കാൻ പാടില്ല. കോംപ്ലക്സ് സെന്റൻസ് കേട്ടോ, കോമ്പൗണ്ട് സെന്റൻസ് 2 ഐഡിയ പാടും കേട്ടോ. സോ നമുക്ക് നോക്കാം. ഐ ആസ്ക്ഡ് ഹർ വെദർ, അതാണ് വെർബാണ്. ഷീ സ്പീക്സ് ഫ്രഞ്ച്, ഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇതാണ് മെയിൻ ഐഡിയ. ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഐഡിയ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ലൈക്ക് ദ ഫുഡ്സ്, കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്ത ശ്രദ്ധിക്കുക. ദ വുമൺ ഹൂ മെറ്റ് അറ്റ് ദ റെസ്റ്റോറന്റ്. എന്തുകൊണ്ടാണ് ഇതിനൊരു കോമ ഇടാത്തത് നമ്മൾ ശ്രദ്ധിച്ചു. ഇവിടെ കോമ ഇല്ല, കാരണം ഇവിടെ ഒരു പ്രോപ്പർ നൗണ വന്നേക്കണേ. അതായത് വുമൺ എന്ന് പറയുന്ന ഒരു കോമൺ നൗണ വന്നേക്കണേ. അതേസമയം ഇവിടെ എഴുതിയാണ് മാഗി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കോമ, ഹൂ യു മെറ്റ് അറ്റ് റെസ്റ്റോറന്റ് കോമ ഈസ് ആൻ എഡിറ്റർ. ഇവിടെ വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കില്ലാതെ അതിന് പൂർണ്ണമായ അർത്ഥം കിട്ടില്ല. മറ്റേതാകുമ്പോ കുറച്ച് ഗോസിപ്പ് എക്സ്ട്രാ പറഞ്ഞ സംഭവം അത്. അപ്പൊ അത് കോമ ഇടും. ശ്രദ്ധിക്കുക. വൈൽ ദ ചിൽഡ്രൻ വർ പ്ലേയിങ്, ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണു, ഇവിടെ ബാസ്കറ്റ് ബാക്കിൽ വെച്ചേക്കണു. കോമ their mother was watching television. If you fail your exam, comma, you have to wait for another 6 months. If you fail the exam, basket ഫ്രണ്ടിൽ വെച്ചേക്കണു, you have to wait for another. മൈക്ക് ബാസ്, അപ്പൊ കോമ വരണം കേട്ടോ. നമുക്കിനി ഈ നൗൺ ക്ലോസ് നമുക്ക് വായിക്കാം. ബേസിക്കലി നമ്മൾ ഇറ്റാലിക്സ് ഉള്ള വാക്ക് മാത്രം നോക്കിയാൽ മതി. അതെല്ലാം നൗൺ ആയിട്ടാണ് വന്നേക്കണേ. നൗൺ സെന്റൻസ് ആണ്. നൗണിന്റെ ഉപയോഗം തൊട്ടാ പേഴ്സൺ, പ്ലേസ്, തിങ്. നമ്മൾ പറയണ ഒരു തിങ് ആയിരിക്കും മിക്കവാറും, ഒരു പ്ലേസ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കുറച്ച് മെയിൻ ആയിട്ടും ഈ ടൈപ്പ് ബാസ്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹൗ, ഹവർ, ഇഫ്, ദാറ്റ്, വാട്ട്, വാട്ട് എവർ, വെൻ, വെയർ, വെദർ, വിച്ച്, വിച്ച് എവർ, ഹൂ, ഹൂവർ, ഹൂമർ, ഹൂസ്, വൈ, ഇതെല്ലാം വന്നിരിക്കുകയാണ്. ഹൗ ദ പ്രോബ്ലംസ് ഹാപ്പൻഡ് ഈസ് അവർ കൺസേൺ. ഈസ് അവർ കൺസേൺ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇത്. ദാറ്റ് ഈസ് വൈ യു വോണ്ട് ബി ലേറ്റ്. അത് നൗണായിട്ട്, അത് ഫങ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കണേ. സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കണെങ്കിലും അതൊരു സെന്റൻസ് സബ്ജക്റ്റ് ആവുന്നതാണ് അല്ലേ. ഈസ് അവർ ഹോപ്പ്. വേർ ഹി ലീവ്സ്, ഈ വാക്ക് ഉണ്ടാക്കിയത് ഇത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തുപ്പം കടുപ്പം ഒന്നുണ്ട്. പക്ഷെ ഡോൺ പറയാൻ പോലെ ഓക്കെ. ഹൂഎവർ വാണ്ട്സ് ടു ഹെൽപ്പ് ഈസ് വെൽക്കം. അടുത്ത് നോക്കുക, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ചുമ്മാ നോക്കിയാൽ മതി. ഈ വലിയ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഹി സേസ് ദാറ്റ് ഹി ഈസ് എ ടീച്ചർ. അതിന്റെ ടെൻസ് ശ്രദ്ധിക്കുക കേട്ടോ. സേസ്, ഈസ്. ഹി എക്സ്പ്ലെയിൻസ് ഹൗ ഹി സോൾവ് ദ പ്രോബ്ലം. അത് കറക്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. ഐ ഈറ്റ് വാട്ട് ഈസ് യൂസ്ഫുൾ. ഒരു കോംപ്ലക്സ് സെന്റൻസ് അത്. Or what? What about I eat is useful. Can you remember where you park the car? Complex sentence.
അടുത്തത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് he told whoever is interested in investing the news. Okay. The teacher will give whoever get the answer right an A plus. Whoever ഉപയോഗിച്ചുള്ള ഒരു സാധനമാണ് കേട്ടോ. She gave what she liked. അത് നൗണാ. ഇതും ഒരു നൗണായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു നൗണായിട്ടാണ് വന്നിരിക്കുന്നത്. നൗൺ ക്ലോസ് ആണതല്ല കേട്ടോ. My trip will make what I want a reality. ഇത് നൗണാന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിന്റെ അർത്ഥത്തിലാണ് നൗൺ ആയിരിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണ്ട. അതിന്റെ അർത്ഥം കൊണ്ട് അത് നൗൺ ആയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം കേട്ടോ. So she is interested in looking at, to, buy, in. എല്ലാം പ്രപ്പോസിഷനാണ്. അത് കഴിഞ്ഞിട്ട് whoever is the same, whoever is talented, what he is does, what they have done. കോംപ്ലക്സ് സെന്റൻസുകളാണ്. ഇതെല്ലാം പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് വന്നിങ്ങനെ കോംപ്ലക്സ് സെന്റൻസുകളാണ്. Our goal is that we will be a market leader in 3 years. Freedom and justice are what we want. Our serious problem is that we will not get a raw materials on time. അത് നൗണാണ് കേട്ടോ. അർത്ഥത്തിൽ നൗണാണത്. The truth was that he was careless. അടുത്ത നോക്കുക. You can call me what you like. The team declared a great success that won the match. നൗണാട്ടോ. ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. The people around has made them what they are. ഞാനിപ്പോ ബേസിക്കലി വായിക്കണ കുറെ കോംപ്ലക്സ് സെന്റൻസിൽ വായിക്കുക ചെയ്യണേ. So just listen that one only. He thought the party what he had expected to be. He reached the conclusion that it was wise to stay out of the politics. We that are older understand life better than the children. The terrible noise, that the dog bark, annoys the neighbor every night. I don't believe the rumor that he is going to resign. ഇതൊക്കെ കോംപ്ലക്സ് സെന്റൻസുകളാണ്. അടുത്ത നോക്കുക. I am sad that my husband is ill. He is happy that he was passed the exam. She was confident that her plan would work. I am afraid that she has lost the way. ഇപ്പൊ നമ്മൾ മുമ്പ് വായിച്ച സെന്റൻസുകളെല്ലാം നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒന്ന് നേഴ്സിംഗ് നോട്ട് എഴുതാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സംസാര ഭാഷ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോവൽ എഴുതാൻ ഉപയോഗിക്കാം. അത് അക്കാദമിക് റൈറ്റിംഗിന്റെ അകത്തേക്ക് ഈ സെന്റൻസ് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. മാക്സിമം വട്ടായിരിക്കും നോക്കുക. ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ. കാരണം ഈ സെന്റൻസുകളൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുക. നമുക്ക് ഇങ്ങനെ ഒരു കാര്യവും നമുക്ക് നമ്മുടെ IITS എക്സാമിന്റെ പേപ്പറിൽ പറയേണ്ട ആവശ്യം ഒരു ക്വസ്റ്റ്യനും വരില്ല. സോ ഈ സെന്റൻസിൽ വെച്ചുണ്ടാക്കിയ കോംപ്ലക്സ്, പക്ഷെ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ വി ആർ ഗോയിങ് ടു പ്ലേ ഗെയിം ഫ്രം ഹിയർ. അഡ്ജക്റ്റീവ് ക്ലോസുകൾ എന്താണ്? ബാസ്കറ്റ് നടുക്ക് വെക്കുന്ന പരിപാടിയാണത്. വിച്ച്, ദാറ്റ്, ഹൂ, ഹൂസ്, വെൻ, വേർ, വൈ, ഇത്രയും വാക്കുകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ബാസ്കറ്റുകളാണത്. ഇത് അക്കാദമിക് സംഭവങ്ങളാ. വിധ, ഹൂ ഇസ് മൈ ബ്രദർ, ഈസ് എ സ്ലീപ്പ് വാക്കർ. ഇതിന്റെ അകത്ത് നമ്മൾ എപ്പോഴാ കോമ ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക? ദ ലേഡി, ദ മാൻ, കോമ ഇടൂല. കാരണം ദ മാൻ എന്ന് പറഞ്ഞാണ്. ഹൂ ഈസ് മൈ ബ്രദർ, കോമ ഇടൂല. ഈസ് എ സ്ലീപ്പ് വാക്കർ. ഒരുപാട് മനുഷ്യരുണ്ട്, അതിൽ ഏത് മനുഷ്യനാണ് എന്റെ ബ്രദർ? സ്ലീപ്പ് വാക്കറാണ്. ഇത് ഗോസിപ്പ് പറഞ്ഞാണോ? ജസ്റ്റ് ഒരു ബാസ്കറ്റ് നടക്കുക വെച്ചാൽ നോക്കുക. ദ മാൻ ഹൂം യു ആസ്ക്ഡ് ഈസ് എ ടീച്ചർ. കണ്ടോ? ഇവിടെ ദ മാൻ എന്ന് വന്നേക്കണേ, അതുകൊണ്ട് കോമ ഇട്ടില്ല. ഇവിടെ വിധ എന്ന് വന്നേക്കണെങ്കിൽ അവിടെ നമ്മൾ കോമ ഇടും. ദ ബോയ് കോമയുടെ വന്നേക്കണേ, അതുകൊണ്ട് നമ്മൾ കോമ ഇട്ടിട്ടില്ല. അവിടെ ബാസ്കറ്റ് നടക്കുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ who or what? The boy. What about the boy? He is curious. Who or what? The man. What about the man? He is a teacher. Who or what? Vida. What about Vida? He is a sleepwalker. I dropped the camera which my sister had just bought.
ബാസ്കറ്റ് ബാക്കി വെച്ചേക്കണം അല്ലേ? അടുത്ത് നോക്കാം. The essay that I worked all night. Basket നടക്കു വെച്ചേക്കാണ്. Or what the essay? What about the essay was accidentally deleted? The dog. That വരുമ്പോൾ ഒരിക്കലും കോമഡി ഇല്ല. That kept me awake all night. Lived next door. Must ആയിട്ട് ഇങ്ങനെ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കുക. Or what? The dog. What about the dog? Lived next door. Okay. A marriage which is based on the trust. What about a marriage? Who or what? A marriage. What about a marriage? Succeed. Which is based on trust. Basket. Basket വന്നു കഴിഞ്ഞാൽ ഈ വിച്ച് ഹൂ ദാറ്റ് ഈ വാക്ക് ഏതെങ്കിലും സെന്റൻസ് ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ബാസ്കറ്റ് ആയിട്ട് മാറും. The building where we work was. Where we work. Basket. Was evacuated. ഈ ഇതിനകത്ത് ശ്രദ്ധിക്കുക. Was evacuated. We work. ഇതിനകത്ത് ഡിഫറെന്റ് ടെൻസുകൾ ഉണ്ടാകുന്ന ശ്രദ്ധിക്കുക. ഇവിടെ വർക്ക്ഡ് വന്നേക്കണേ, ഇവിടെ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് വന്നേക്കണേ, ഇവിടെ സിമ്പിൾ പാസ്റ്റ്. അപ്പോ നമുക്ക് ഇതിനകത്ത് ടെൻസുകൾ മാറ്റി എഴുതണം. So we have to prove the exam. We can play with the tenses. We can play with the any type of sentences. That's why to prove that one. അടുത്ത ശ്രദ്ധിക്കുക, അഡ്വർബ് ക്ലോസുകൾ. ഇത് ബാസ്കറ്റ് മിക്കവാറും ഫ്രണ്ടിലെ ബാക്കിലെ വരുള്ളൂ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഓർമ്മ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഓർമ്മ നോൺ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കൺസെഷൻ ഇതിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ഈ കൺസെഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ഓൾദോ, ഈവൻ ദോ, ദോ. കണ്ടീഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ഈഫ്, അൺലെസ്, വെദർ. കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന അർത്ഥമാണ് വൈൽ ആൻഡ് വേറസ്. മാനർ എന്ന് പറയുന്ന അർത്ഥമാണ് അസ്, അസിഫ്, അസ്, ദോ. പ്ലേസ് എന്ന് പറയുന്നത് വേർ, വേർ അവർ. പർപ്പസ് എന്ന് പറയുന്നത് സോ ദാറ്റ്, ഇൻ ഓർഡർ ദാറ്റ്. ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ, ബിഫോർ, വെൻ, വെൻ, വൈൽ, അണ്ടിൽ, സിൻസ്, as soon as. നമുക്ക് ഈ ജസ്റ്റ് കോമൺ സെൻസോടെ ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ മലയാളത്തിൽ തർജ്ജമ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ വലിയ അർത്ഥങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട്, അതുകൊണ്ട്, ഇൻ ഓർഡർ ദാറ്റ്, അതുകൊണ്ട്, ഒരു പർപ്പസ് ആയിട്ട് വന്നാണ് ഉപയോഗിച്ചത് അല്ലെ. സോ പറയാൻ പോകുന്ന കാര്യമാണ്. Adverb clause may be placed at the beginning of sentence or end of sentence. അപ്പൊ അത് ബാസ്കറ്റ് ഫ്രണ്ടിൽ വരാം, ബാസ്കറ്റ് ബാക്കിൽ വരാം. ശ്രദ്ധിക്കുക. Although they worked very hard, comma, they earn very little. ബാസ്കറ്റ് ബാക്കിൽ വെച്ചാൽ who or what? They. What about they? Earn little. ഈ സെന്റൻസിന്റെ ആദ്യം ഓൾദോ എന്ന് വന്നുകൊണ്ട് നമ്മൾ പിന്നെ ആ സെന്റൻസിൽ നോക്കാനേ പോകുന്നില്ല. കാരണം അതൊരു ബാസ്കറ്റ് എന്ന് അപ്പത്തെ നമ്മൾ തിരിച്ചറിഞ്ഞേക്കാണ്. പിന്നെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ആൾക്കാർ ഇത് മാത്രമേ ഉള്ളൂ. Though she uses only 2 fingers, comma, she is very beautiful. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചാണ്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച അപ്പ കോമ ഇടണം. വാട്ട് എവർ ദ റീസൺ. ഇഫ് യു ഡ്രങ്ക്, കോമ, ഡോണ്ട് ഡ്രൈവ്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണം. അൺലെസ് ദ ട്രാഫിക് ഈസ് ബാഡ്, we should arrive on time. Basket friendly വെച്ചാണ്. Who or what? What about it? The poor become poor while the rich become richer. Some of the studies show the positive results, comma, whereas others do not. Basket back വെച്ചപ്പോ comma ഇട്ടു. Put the lighter where the condition children can find it. Basket back. I will go wherever I can find a better job. Basket back. Everything is worked out as he expected. So, please come early so that we can organize the meeting in timely. Clear the doorway so that others can come in. She skipped the lunch because she was so busy. Since my alarm clock did not ring, I overslept. Basket friend lo cheganu. Bike basket unnamu. We have to get a thing ready before our bosses arrive. Basket bike lo unnamu. When I have enough money, comma, I will charge my laptop. Basket friend lo unnamu. Bike basket unnamu. I will call you after I get home. When the bus arrived, comma, we quickly boarded. Basket friend lo cheganu. Bike unnamu. Who or what? We. What about we? Quickly boarded. ശ്രദ്ധിച്ചോ? ഈ അഡ്വർബ് ഒന്നിലെ വെർബിന്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്. പിന്നെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചേ?
കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ച് പഠിച്ചു. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു കോമ്പൗണ്ട് സെന്റൻസ് വേണം, പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസ് വേണം. കോമ്പൗണ്ട് സെന്റൻസ് എന്താണെന്ന് നമുക്ക് കാണാപ്പെടാറിയാവുന്ന കാര്യമാണ്. ഫാൻ ബോയ്സ് വെച്ച് രണ്ട് സെന്റൻസുകളെ ജോയിൻ ചെയ്താൽ അതെന്ത് വിളിക്കും? കോമ്പൗണ്ട് സെന്റൻസ് വിളിക്കും. രണ്ടാമത് കോമ്പൗണ്ട് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കണേ? അതായത് സെമിക്കോളൻ, രണ്ട് സെന്റൻസുകൾ സെമിക്കോളൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആവും. അതല്ലെങ്കിൽ ഹവർ, അതർവൈസ് അങ്ങനെയുള്ള സംഭവം നടുക്ക് വെച്ചോണ്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സിമ്പിൾ സെന്റൻസിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കാം. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻ ബോയ്സിന്റെ സെന്റൻസിന്റെയും അഡ്ജക്റ്റീവ് ക്ലോസിന്റെ അഡ്വർബ് ക്ലോസിന്റെയും മിക്സ് ആയ സെന്റൻസ് ആണ്. അതായത് മിനിമം നമുക്ക് പറയാവുന്ന കാര്യം 3 കാര്യങ്ങൾ പറയണം. മെയിൻ ഒരു ഐഡിയ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് 2 ഐഡിയ നമുക്ക് പറയാം, അല്ലെ? നോക്കാം. അതായത് മെയിൻ ഐഡിയ, ഷീ പാസ് ദ എക്സാം ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. അതിനുള്ള കാരണമായ സബോർഡിനേറ്റിംഗ് ഐഡിയ എന്നിട്ടാ ബിക്കോസ് ഷീ വർക്ക്ഡ് ഹാർഡ്. ഐഡിയാസ് ആണ്, കോമ്പിനേഷൻ ഓഫ് ഐഡിയാസാ കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കുക, ബിക്കോസ് ഷീ സ്റ്റഡി ഹാർഡ്, കോമ ഷീ പാസ് ദ എക്സാം, കോമ ഫാൻ ബോയ്സിന്റെ ആൻഡ് ഷീ വർക്ക്സ് സോ ഹാപ്പി. അപ്പൊ ഈ ബിക്കോസ് ഷീ ഹാർഡ് പറഞ്ഞ സാധനം തൊട്ടാ ഇത് ഇവിടെ വരെ എടുത്തു നോക്കിയാൽ ബിക്കോസ് ഷീ സ്റ്റഡി ഹാർഡ് ഷീ പാസ് ദ എക്സാം. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഷീ പാസ് ദ എക്സാം, കോമ ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. ഇത്ര എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് അല്ലേ? അതെ, ആൻഡ് എന്ന് വെച്ചത് കോമ്പൗണ്ട് സെന്റൻസ്. അത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആയത്. അപ്പോ നമുക്ക് ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റണം. വി നീഡ് ടു ഡു ദാറ്റ് വൺ. അടുത്ത് നോക്കുക, വി ഹാവ് ഐഡന്റിഫൈഡ് അവർ ടീം വീക്ക്നെസ് വിച്ച് ഹാർനസ് അവർ എഫിഷ്യൻസി ആൻഡ് വി ഹാവ് എഗ്രീഡ് ടു ഇംപ്രൂവ്. ഇവിടെ വരെ എടുത്തു നോക്കുക, വി ഹാവ് ഐഡന്റിഫൈഡ് അവർ ടീം വീക്ക്നെസ് വിച്ച് ഹാർനസ് അവർ എഫിഷ്യൻസി. അതൊരു കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? കാരണം ബാസ്കറ്റ് ബാക്കിൽ വെച്ചിരിക്കുകയാണ്, ഒരു കോംപ്ലക്സ് സെന്റൻസാ. അതിന്റെ ഒപ്പം കോമ ഇട്ടിട്ട് ഒരു ഫാൻ ബോയ്സിന്റെ ആന്റി എടുത്തിട്ട് സിമ്പിൾ മെത്തേഡ്. നോക്കുക, ഐ ഡോണ്ട് നോ ദ സൊല്യൂഷൻ ദാറ്റ് ദ ബെസ്റ്റ് സോൾവ് ദ സിറ്റുവേഷൻ, കോമ ആൻഡ് നോബഡി എൽസ് ക്യാൻ ഗീവ് അഡ്വൈസ്. ഇവിടെ നമുക്ക് കോംപ്ലക്സ് സെന്റൻസാ, ഫാൻ ബോയ്സിന്റെ ആഡ് വെച്ചിട്ട് അടുത്തൊരു കോമ ആഡ് ചെയ്താണ്. നോക്കുക, ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച സെന്റൻസ് ആണ്. ഇഫ് ദ കമ്പനി ഇഗ്നോർസ് ദ പ്രോബ്ലം വിത്ത് എ വർക്കിംഗ് കണ്ടീഷൻ ദ ടേൺ ഓവർ വിൽ റൈസ്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചൊരു കോംപ്ലക്സ് സെന്റൻസാ. അതിന്റെ ഒപ്പം കോമ ഇട്ടിട്ട് ആൻഡ് ദ പ്രൊഡക്ടിവിറ്റി വിൽ ഡെഫിനറ്റ്ലി ഗോ ഡൗൺ. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറി. ബ്രില്യൻ സെന്റൻസ്. ഇതിന്റെ അകത്ത് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ അവർക്ക് പോലും പറ്റില്ല. സം സ്റ്റുഡൻസ് ഡു നോട്ട് സ്റ്റഡി ഹാർഡ് but when they fail they will always make complaints about the school. ഈ ബട്ടൺ എടുത്ത് കളയുക. ഇവിടെ നോക്കിയേ, when they fail, they always make complaints about the school. ഇവിടെ ഫാൻ ബോയ്സിന്റെ ബട്ട് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഓർമ്മ വെച്ച് ആലോചിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ട്. അത് ശ്രദ്ധിക്കുക, we have got many problems which related to our supply chain. അതൊരു കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? എക്സാക്ട്ലി കോംപ്ലക്സ് സെന്റൻസ്. ബാക്കിൽ വെച്ചുള്ള കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിനോട് നോക്കിയേ, ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ചിട്ട് our customers have made a lot of complaints that may damage our reputation. അത് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ആ രണ്ട് ബാക്കിൽ വെച്ചുള്ള 2 കോംപ്ലക്സ് സെന്റൻസുകളെ ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ച് ആഡ് ചെയ്തേക്കാം. നമുക്ക് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഗ്രാമറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കണ്ട, നമുക്ക് വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കണ്ട, നമുക്ക് വെറുതെ ചിന്തിക്കാം. ഇത്രയും വലിയൊരു സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസ് എങ്ങനെ സ്റ്റിച്ച് ഉണ്ടാക്കിയെന്ന് നോക്കിയേ. ഇതൊരു സിമ്പിൾ സെന്റൻസ് അല്ലേ? ഒരു ചെറിയ സെന്റൻസ്. വി ഹാവ് മെനി പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചെറിയ സെന്റൻസ് എഴുതാ, വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ സപ്ലൈ ചെയിൻ. അത് വേറെ സിമ്പിൾ സെന്റൻസ് ആണ്. അവർ കസ്റ്റമേഴ്സ് ഹാവ് മെയ്ഡ് എ ലോട്ട് ഓഫ് കംപ്ലൈന്റ്സ്. അത് മറ്റൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസുകളാണ്.
that may damage your reputation. Simple sentence. അപ്പോ ഒരു വലിയ സെന്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞു സെന്റൻസുകളെ ആഡ് ചെയ്ത് നിറ്റ് ചെയ്ത് എടുത്താണ് ഒരു വലിയ സെന്റൻസ് ഉണ്ടാക്കണത്. അല്ലാണ്ട് ഒരു വലിയ സെന്റൻസ് അങ്ങ് തന്നെ ഉണ്ടാവുമല്ല. അപ്പോ നമ്മൾ പഠിക്കുന്ന ടെക്നിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചു നോക്കണം. നമുക്ക് ചുമ്മാ അങ്ങ് കയറി നിറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ നിയമങ്ങളൊക്കെ, കാരണം ഇംഗ്ലീഷ് നമ്മുടെ മലയാളം ലാംഗ്വേജ് പോലെ അത് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ, കാരണം ഞാനും മലയാളിയാണെന്നല്ലേ. എനിവേ, ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജ് പോലെ അല്ല, ഇതിങ്ങനെ നിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ ലാംഗ്വേജ് ഉണ്ടാവും. 1 സെന്റൻസ്, സെന്റൻസ് 2, സെന്റൻസ് 3, സെന്റൻസ് 4. അത് പ്രോപ്പറായിട്ട് നിയമപ്രകാരം ഇവിടെ ഒരു കോമ ഇട്ടു, ഇവിടെ ഒരു ആൻഡ് ഇട്ടു, ഇവിടെ ബാക്കിൽ ദാറ്റ് വെച്ചു, അപ്പോൾ അവിടെ കോമ ഇട്ടില്ല. ഇവിടെ വിച്ച് വന്നു, പ്രോബ്ലംസ് വന്നുകൊണ്ട് അവിടെ വിച്ചാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് അവിടെ കോമ ഇട്ടില്ല. കണ്ടോ? അപ്പോ ഒരുപാട് കുഞ്ഞു സെന്റൻസുകളെ നിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വലിയ സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നമുക്കിപ്പോ വലിയ സെന്റൻസുകൾ വേണമെങ്കിൽ ഇതിന്റെ അകത്തേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഈ അഡ്വർബ്, അഡ്ജക്റ്റീവോ, നാമവിശേഷണങ്ങളോ ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെന്റൻസ് ഇങ്ങനെ വലുതാ. പക്ഷെ ഇതിന്റെ ഫോർമാറ്റ് ഒരിക്കലും മാറില്ല. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നമുക്ക് ഇനി ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെ നോക്കാം. ഈ ഒരു ഫോർമാറ്റ് പോലെ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വരാവുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, സം ഓഫ് ദ മോസ്റ്റ് കോമൺ പൊസിഷൻസ് ഓഫ് ക്ലോസസ്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോസസിന്റെ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. കാരണം ഇത് ബേസിക് സമയം കാര്യം തൊട്ടാ സിമ്പിൾ സെന്റൻസുകൾ നിറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഈ സെമിക്കോളൻ എന്ന് പറഞ്ഞത് കോമ്പൗണ്ട് സെന്റൻസിനെ കൂട്ടിവെപ്പ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഐസി എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്, പിന്നെ ഡിപെൻഡൻസ്. ഈ ഒരു മെത്തേഡ്, ഈ ഒരു മോസ്റ്റ് കോമൺ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഇൻഡിപെൻഡന്റ് സെന്റൻസ് വരണം, പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസ് വരണം. ഐസി പ്ലസ് ഈസി വന്ന കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? അപ്പൊ ആദ്യം ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് കൊടുക്കാം. നോക്കിയേ, ഇലക്ഷൻ ഫിനിഷ്ഡ്, സെമിക്കോളൻ, പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസ് വെക്കുക, ഓപ്പോസിറ്റ് റിലേറ്റഡ് ഒഫീഷ്യൽ റിസൾട്ട് വിച്ച് റിലേറ്റഡ് റിഗ്ഡ്. നോക്കുക, അടുത്തത് ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് എഴുതുക, പിന്നെ പിന്നെ സോ എന്ന് പറയുന്ന, ഇവിടെ സോയെ ഉപയോഗിച്ചു, ഇവിടെ ഇതല്ല, കാരണം ഫാൻ ബോയ്സിന്റെ എസ് ആണ് വന്നിരിക്കുന്നത്. കോമ ഇട്ടിട്ട് സോ കോംപ്ലക്സ് സെന്റൻസ് എഴുതുക. ഐ കുഡ് നോട്ട് അറ്റൻഡ് മൈ ഫ്രണ്ട്സ് വെഡിങ് വിച്ച് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ക്ലോസ്, കോംപ്ലക്സ് സെന്റൻസ്. I did not fully agree with the speaker, nor did I feel. Nor fanboys-ന്റെ nor ആണ് കേട്ടോ, അതുകൊണ്ട് കോമറ്റ് ആണ്. Did I feel that? അത് കോംപ്ലക്സ് സെന്റൻസ് ആ. ബാസ്കറ്റ് ബാക്കിൽ വെച്ച് കോംപ്ലക്സ് സെന്റൻസ് ആ. നോക്ക, people study war stories, yet they are repeated the wars. അപ്പൊ people study war stories, yet fanboys-ന്റെ yet. പിന്നെ നോക്കിയേ, പിന്നെ അവിടെ കൊടുത്തിരിക്കണ ഇൻഡിപെൻഡന്റ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണത്. റിപ്പീറ്റഡ് വാർഡ്, ദിസ് ഈസ് ദ മെത്തേഡ്. അടുത്ത നോക്കുക, ആങ്കർ വാട്ട് വാസ് ബിൽഡ് ബൈ പീപ്പിൾ, ഫാൻ ബോയ്സിന്റെ എത്തിച്ചിട്ട് ഒരു കോംപ്ലക്സ് സെന്റൻസ് എഴുതണു, ബാസ്കറ്റ് ബാക്കി വന്നേക്കണു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കോംപ്ലക്സ് സെന്റൻസിന്റെ ബാസ്കറ്റ് ബാക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാത്തിന്റെ, അല്ലേ? ഈ നമ്മൾ മുകളിലേക്ക് ഒന്ന് അടുത്ത് നോക്കിയേ, ഒരു കോംപ്ലക്സ് സെന്റൻസ് അതിന്റെ ബാസ്കറ്റ് ബാക്കിൽ വെച്ചിട്ട് പിന്നെ ഇതിന്റെ തിരിച്ചൊരു ഫോർമാറ്റ്, അല്ലേ? ഇപ്പൊ നമ്മൾ മുന്നിൽ പഠിച്ചതിന്റെ എടുത്ത് തിരിച്ചു വെക്കുന്ന പരിപാടിയാണത്, അല്ലെ? ഇൻഡിപെൻഡന്റ് ക്ലോസ് അവസരം വന്നേക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഫ്രഷ് ആയിട്ടൊരു കോംപ്ലക്സ് സെന്റൻസ് എഴുതുക, ബാസ്കറ്റ് ബാക്കി വെച്ചല്ലേ. യു ഷുഡ് ലോക്ക് ദ ഗേറ്റ് വെൻ യു ലീവ് ദ ഹൗസ്, സെമിക്കോളൻ. അതർവൈസ്, the dogs may get out. അപ്പോ ഇവിടെ ഡോഗ്സ് മേ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഈ അതർവൈസ് വെച്ച് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അതൊക്കെ ഐ കുഡ് നോട്ട് റിമെമ്പർ വേർ ദ ഫസ്റ്റ് മെറ്റ്, ഒരു കോംപ്ലക്സ് സെന്റൻസ്, ബാസ്കറ്റ് ബാക്കിൽ വെച്ചുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് സെന്റൻസ്. ഫാൻ ബോയ്സിന്റെ ബട്ട്, ഐ ഡു റിമെമ്പർ യുവർ ഫേസ്, ബ്രില്യന്റ് മെത്തേഡ്. നോക്കുക, ദ ഫോൺ വിച്ച് ഐ ബ്രോട്ട് ലാസ്റ്റ് മന്ത് വാസ് ഡിഫീറ്റഡ്. കേട്ടോ, ഒരു പാസ്റ്റ് വോയിസ് ആണ് വന്നേക്കണത്. പക്ഷെ ഇതിനെ നടുക്കുന്ന എന്തിട്ടാ വെറും ഒരു സിമ്പിൾ സെന്റൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്.
ഒരു സിമ്പിൾ സെന്റൻസിന്റെ പാസീവ് വോയിസ് ആണ്. ബാസ്കറ്റ് നടുക്ക് വെച്ച സെന്റൻസ് ആണത്. ഫാൻ ബോയ്സിന്റെ സെന്റൻസ് ആഡ് ചെയ്ത് ഫാൻ ബോയ്സ് വെച്ചിട്ട് the dogs barked each other constantly until the sun rose. ബൈക്ക് ബാസ്കറ്റ് പുറകെ വെച്ചുള്ള ഒരു സെന്റൻസ് ആണത്. സെമി കോളൻ കോൺസിക്വന്റ്ലി കോമ്പൗണ്ട് സെന്റൻസ് ആഡ് ചെയ്യുന്ന സംഭവമാണത്. കൊടുത്തിട്ട് none of the sleep last night ഒരു സിമ്പിൾ സെന്റൻസ് വെച്ചു. The gay is so genius that may admire his talents. ബാസ്കറ്റ് ബൈക്കിൽ വെച്ചുള്ള ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സെമിക്കോളൻ ഇട്ടിട്ട് അടുത്ത സിമ്പിൾ സെന്റൻസ് ചെയ്ത് വെക്കുക. ഐ വിൽ ഫോൺ യു ഇഫ് ഐ നീഡ് മോർ ഹെൽപ്പ്. ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ട് സെന്റൻസ് ആഡ് ചെയ്യാം. ഇവിടെ വരെ പറഞ്ഞാൽ മതിയെങ്കിൽ മതി. അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. അത് ശരിയാണത്. ഒരു കാര്യം ഇപ്പൊ ആഡ് ചെയ്യണോ, അതൊരു സിമ്പിൾ സെന്റൻസ് ആവാണ്ട് എഴുതാതെ സെമിക്കോളൻ ഇട്ട് സെന്റൻസ് എഴുതി വെക്കുക. അടുത്ത ശ്രദ്ധിക്കുക. അടുത്തതിന്റെ അകത്ത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടതെന്ന് പറഞ്ഞ കോംപ്ലക്സ് സെന്റൻസ് ബാക്കിൽ വെച്ച് കോംപ്ലക്സ് സെന്റൻസ് ആയിരുന്നു, പക്ഷെ എന്റെ ബാസ്കറ്റ് ബാക്കിലായിരുന്നു അല്ലെ. ഇതിന്റെ ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചൊരു കോംപ്ലക്സ് സെന്റൻസ്, എന്നിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഈ പ്രൊഡക്ഷൻ ഇൻക്രീസസ് പ്രൈസ് മേ ഡ്രോപ്പ്. കോംപ്ലക്സ് സെന്റൻസ് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ളത്, എന്നിട്ട് അതിന്റെ ഒപ്പം ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ചിട്ട് ആഡ് ചെയ്തു. ഇഫ് ദ പ്രൈസസ് ഡ്രോപ്പ് ടു ലോ കമ്പനീസ് പ്രോഫിറ്റ്സ് മേ ഡിക്രീസ്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള കോംപ്ലക്സ് സെന്റൻസ് DC, IC, സെമിക്കോളൻ IC. പിന്നെ എന്ത് ചെയ്തേ? ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ചിട്ട് സെന്റൻസ് ആഡ് ചെയ്തു. As we left the library, the rain fell down. ഒരു കോംപ്ലക്സ് സെന്റൻസ് ഫാൻ ബോയ്സിനെ സോ വെച്ചിട്ട് പെട്ടെന്ന് ആഡ് ചെയ്തു. After we researched the market, we started developing a product. കോംപ്ലക്സ് സെന്റൻസ്. അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആഡ് ചെയ്തു. ഫാൻ ബോയ്സിന്റെ ആൻഡ് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച് അടുത്തൊരു കോംപ്ലക്സ് സെന്റൻസ്. അത് കഴിഞ്ഞിട്ട് ബട്ട് എന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ട് ഫാൻ ബോയ്സിന്റെ ബട്ട് വെച്ച് മറ്റൊരു സെന്റൻസ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇഫ് യു കംപ്ലൈൻ പെയിന്റ് ഓവർ ദം, കോംപ്ലക്സ് സെന്റൻസ് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് കോമ ഇട്ടിട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് ദം. ഇതിനകത്ത് നോക്കിയേ, ബാസ്കറ്റ് ബാക്കിൽ വെച്ചുള്ള രണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ ആഡ് ചെയ്തേക്കണേ. രണ്ടിന്റെയും ബാസ്കറ്റ് ബാക്കിലാണ് കേട്ടോ. സെന്റൻസ് നമുക്ക് നോക്കാം. ടീഡ, who is a bank teller feels sick. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലെ. ബാസ്കറ്റ് നടുക്ക് വെച്ചുള്ള ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിനെ സോ എന്ന് പറഞ്ഞ ഫാൻ ബോയ്സ് ചേർത്തിട്ട് ഷീ ആസ്ക് ഫോർ ലീവ് പെർമിഷൻ സോ ദാറ്റ് ഷീ ക്യാൻ ഹാവ് മെഡിക്കൽ ചെക്കപ്പ്. ബാസ്കറ്റ് ബാക്കി വെച്ച് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ്. ഡു നോട്ട് ബിലീവ് എനിത്തിങ് ദാറ്റ് യു റീഡ്. ദാറ്റ് യു റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ വാട്ട് അബൌട്ട് ഇറ്റ്. അപ്പോ നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ഞാൻ ആർക്കും കണ്ടല്ലോ, നമ്മുടെ നാട്ടില് ഈ ഇലക്ട്രീഷ്യനൊക്കെ വരുവാണെങ്കിൽ ഇലക്ട്രീഷ്യന്റെ കയ്യിൽ എപ്പോഴും ടെസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ലൈറ്റ് കളി കറണ്ട് ഉണ്ടോ നോക്കും. എന്ന് പറയണ പോലെ നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് ആണ് വാട്ട് അബൌട്ട് ഇറ്റ്. ആ രണ്ട് ആൻസർ നമ്മുടെ സെന്റൻസിൽ ഉണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്ഡ്, സെന്റൻസ് ആയി. ഈ ദാറ്റ് ഹൂ വിച്ച് ഇത് ഏതെങ്കിലും സെന്റൻസിന്റെ ആദ്യം ഉണ്ടെങ്കിൽ ഒരു ബാസ്കറ്റ് ആണത്. ഡു നോട്ട് ടോക്ക് ഓവർ ദ ഫോൺ വൈൽ യു ആർ ഡ്രൈവിംഗ്. ബാസ്കറ്റ് ബാക്കിൽ വെച്ചുള്ള ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോമ ഇട്ടിട്ട് ഫാൻ ബോയ്സിന്റെ ബോറാണ്. യു മേ കോസ് ആൻ ആക്സിഡന്റ് വിച്ച് ക്യാൻ ബി ഫാറ്റൽ. അപ്പോ ഈ ടോട്ടൽ സെന്റൻസിനെ കാരണമായിട്ടാണ് ഇത് പറഞ്ഞത് അല്ലെ. നോക്കുക, വി ഡിസൈഡഡ് that the movie was too violent. ഒരു കോംപ്ലക്സ് സെന്റൻസ്, കോമ ഫാൻ ബോയ്സിന്റെ ബട്ട്. അവർ ചിൽഡ്രൻ who like to watch movies. ബാസ്കറ്റ് നടുക്ക് വെച്ച സെന്റൻസ്. thought that we were wrong. wow. അതിന്റെ അകത്ത് എത്ര കോംപ്ലക്സ്? 1 2 3 അല്ലേ. കൊള്ളാം കണ്ടോ. ബാസ്കറ്റ് എവിടൊക്കെ വെച്ചു? ബാസ്കറ്റ് ബാക്കിൽ വെച്ച് ഓരത്തിന്റെ
പിന്നെ ഓർമ്മ നടുക്കൊരു ബാസ്ക്കറ്റ് വെച്ചു, പിന്നെ അതിന്റെ ബാക്കിൽ ഓർമ്മ വെച്ചു അല്ലേ? ബ്രില്യന്റ്. അപ്പൊ നമ്മൾ ഈ ഹൂ ഓർ വാട്ട് ടെസ്റ്റ് ചെയ്യുമ്പോ ഫാൻ ബോയ്സിന് മുമ്പും ഫാൻ ബോയ്സിന് ശേഷവും, അതായത് ADBC പറഞ്ഞ ഫാൻ ബോയ്സിന് ശേഷം വന്നത് ഒരു കോമ്പസൻസ് ആണ്, മുമ്പ് വന്നത് കോമ്പസൻസ് ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പ. അടുത്ത് നോക്കുക, ഹിയർ ഈസ് ദ മണി ദാറ്റ് ഐ ഓ യു. ബാസ്ക്കറ്റ് ബാക്കിൽ വെച്ച സെന്റൻസ് ആണത്, കോമ ആൻഡ് ഐ ആം ഫ്രീ ഓഫ് ഡെറ്റ് വിച്ച് മേഡ് മീ സ്ട്രെസ്ഫുൾ ലോങ്. ബാസ്ക്കറ്റ് ബാക്കിൽ മറ്റു സെന്റൻസ് ആണ്. നമ്മൾ ഇതിന്റെ അകത്ത് എന്താ കണ്ടേ? രണ്ടിന്റെ ബാസ്ക്കറ്റ് ബാക്കിൽ വന്നതാണ് അല്ലെ, കോമ്പസൻസിന്റെ അകത്ത്. ഇവിടെ നോക്കിയേ, രണ്ട് കോമ്പസൻസിന്റെ ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വന്നതാണ്. ഈ ഒരു ഫോർമുല ഉണ്ടാകാന്ന് വെച്ച് നോക്കിയേ. ബിക്കോസ് മേരി വാസ് ഷൂ ഷൈ, ഷീ സെൽഡം മെറ്റ് ന്യൂ പീപ്പിൾ. ഇത് കോമ്പസൻസാ. സെമിക്കോൺ ഇട്ടിട്ട് അടുത്ത ബാസ്ക്കറ്റ് ബാക്കി വെച്ചേക്കാണ്. ഓൾദോ ഷീ വാസ് വെരി ഹാപ്പി, കോമ ഷീ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം അലോൺ. മറ്റൊരു ബാസ്ക്കറ്റ് വെച്ചേക്കണോ, മറ്റൊരു കോമ്പസൻസ് വെച്ചേക്കണോ? ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള രണ്ട് കോമ്പസൻസിൽ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. സെമിക്കോൺ എന്ന് പറഞ്ഞാൽ ഇത് ആ കോമ്പൗണ്ട് സെന്റൻസിന്റെ ആ ഒരു സാധനം ഉപയോഗിച്ച് ആഡ് ചെയ്താണ്. When we went to school, we attended the lecture. ഒരു കോമ്പൗണ്ട് സെന്റൻസാ, ബാസ്ക്കറ്റ് ഫ്രണ്ടിലുള്ള കോമ്പൗണ്ട് സെന്റൻസ്. After the lecture is over, we went to library. ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ച മറ്റൊരു കോമ്പൗണ്ട് സെന്റൻസ്. അത് രണ്ടിനും കൂടെ ഇത് വെച്ച് ആഡ് ചെയ്തേക്കുന്നു. Although I like football, comma, I haven't played lately. ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്തത്, I haven't found anyone who was free from with. If you like this book, basket front lo composition I will buy it for you. Semicolon. After you read, please share something. Before she slept at night, she prepared for the presentation. Basket front lo sentence another. Fan boys in hand vechittu. അപ്പോ ബേസിക്കലി നമുക്ക് ഇത്ര സെന്റൻസുകൾ പഠിക്കാനുള്ളൂ അല്ലെ? ഇനി നമ്മള് മൺഡേ മുതൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് മോർ പ്രാക്ടിക്കൽ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി മൺഡേ മുതൽ ഞാൻ ഫേസ്ബുക്കിൽ പേജുകൾ ഉണ്ടാക്കും. അതിന്റെ അകത്ത് ഇനി നമുക്ക് ഇനി എനിക്ക് പ്രത്യേകിച്ച് തിയറി പറഞ്ഞു തരാൻ ഒന്നുമില്ല, എനിക്കെന്നല്ല ആർക്കുമില്ല. കാരണം നമ്മൾ തിയറിക്കകത്ത് നമ്മൾ തറവുമായിട്ട് പോയി. 25% ഓഫ് മാർക്ക് ഗ്രാമറിന് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഗ്രാമറിന് തെറ്റുവരാൻ പറ്റില്ല. നമ്മൾ മൺഡേ മുതൽ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യും. ഇതിനകത്ത് യെസ് ഓർ നോ, നോട്ട് ഗിവൻ എന്നുള്ളതാണ് എല്ലാവരും പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഇത് 200 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളത് പെട്ടെന്ന് ടൈം, നമുക്കിനി ടൈമിനെ ബീറ്റ് ചെയ്യാൻ പഠിക്കണ്ടേ. അപ്പൊ ടൈമിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് അത് എസ് ഓറിനോടെയും ട്രൂ ഓർ ഫാൾസിന്റെ എസ് ഓറിനോടെയും മാത്രം ക്വസ്റ്റ്യൻസ് ആട്ടോ. അത് വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. നല്ലൊരു ഓതറിന്റെ ഒരു ബുക്കാണ്, ഒരുപാട് നല്ലൊരു ബുക്കാണത്. ഇതിൻ്റെ അകത്ത് എസ് ഓറിനോ ക്വസ്റ്റ്യനും ട്രൂ ഓർ ഫാൾസും മാത്രമേ ഉള്ളൂ. അത് 200 ചെയ്യുമ്പോഴത്തേ നമുക്ക് ഒരുമാതിരി തറവാവും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ, ആൻസർ നമ്മൾ ഇവിടെ ഒരുമിച്ച് ചെക്ക് ചെയ്യും കേട്ടോ. അതും ചോദ്യം ചോദിക്കാനുള്ള ചോദ്യം. ഹൗ ടു മാസ്റ്റർ ദ IELTS. നമ്മൾ അടുത്തൊരു ബുക്ക് പഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ IELTSന്റെ ബുക്കിൽ പോയിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പെൻഗ്വിൻ, എർത്തുക്വിക്സ്, ഇതൊക്കെ എല്ലാവരും റീഡിങ് നോക്കിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഇതൊന്നും കൂടെ നോക്കും, ഇതിൻ്റെ അകത്ത് നമ്മൾ കടന്നു പോകും, ഈ റീഡിങ് നമ്മൾ ചെയ്യും. ഈ ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോൾ IELTS റീഡിങ് സ്റ്റേജ്, ഇത് നമ്മൾ മറ്റൊരു ബുക്കാണ്. ഇതിൻ്റെ അകത്തൊരു 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 400 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഓരോ ബുക്കിന്റെയും പേജ് കൊടുത്തിട്ട് ഓരോ പേജ് ഉണ്ടാക്കി അതിനകത്ത് ആഡ് ചെയ്യും. സോ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം റീഡിങ്ങിന്റെ. പിന്നെ നമ്മുടെ കയ്യിലുള്ള വേറെ ഇത്രയും റീഡിങ്ങിന്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീഡിങ്ങിന്റെ അവസാനത്തെ ഒരു 30 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ അത് നമ്മുടെ കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുമാതിരി റീഡിങ് കംപ്ലീറ്റ് നല്ലോണം കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവസാനം കവർ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അപ്പൊ ആ റീഡിങ്ങിന്റെ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരണം നമ്മൾ ചെയ്യണ റീഡിങ് ഒന്നും നമ്മുടെ പരീക്ഷയ്ക്ക് വരില്ല. അപ്പോ ഇതിന്റെ അകത്തും കുറച്ച് റീഡിങ് ഉണ്ട്. നമുക്ക് ആ റീഡിങ്ങും നമുക്ക് ടൈം വെച്ച് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ആ പഴയ സെറ്റപ്പിലേക്ക് ഒന്ന് തിരിച്ചു പോകണം.
അതായത് ആ എസ് ഇപ്പൊ നമുക്ക് എസ്സയുടെ ഇതറിയാമെങ്കിൽ നമുക്ക് ആ എസ് 30 എസ് നമ്മള് ഈ എസ് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഒന്ന് സ്പീഡ് കിട്ടും. ഈ 30 എസ് നമ്മള് അടുത്ത ദിവസങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഒരു ഗ്രാഫും ഒരു എസ്സേയും എഴുതാമെന്ന് ഞാൻ ഓരോ ദിവസം അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ സാറ്റർഡേ സൺഡേ നിന്ന് കുറച്ച് പേജുകൾ ഉണ്ടാക്കി എല്ലാം ഞാൻ ഇതാതെ ഹെഡിങ് കൊടുത്തുകൊണ്ട് ഞാൻ പേജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു എസ്സേയും ഒരു എസ്സേയും ഒരു ഇതും എഴുതാം, കോപ്പി ആൻഡ് റീറൈറ്റിംഗ് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ലവണ്ണം സ്പീഡാവും. ഇനി നമുക്ക് റീറൈറ്റിംഗ് എളുപ്പമാണ്, കാരണം വി നോ ദ സെന്റൻസസ് അല്ലേ. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം, പിന്നെ നമുക്ക് എന്താ പറയണേ, ടാസ്ക് 1 കുറച്ചുണ്ട്. നമുക്ക് അതിന്റെ അകത്തോടെ കടന്നു പോവാം. നമുക്ക് ഓരോ ദിവസവും ഓരോ എസ് പഠിക്കാം. സോ എങ്ങനെയാണ് എസ് റീഡ് ചെയ്യുന്നത്, അതായത് ഈ കാണുന്ന എസ്സേസ് എല്ലാം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്തെല്ലാം പോയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസറിനേക്കാളും കൂടുതലായിട്ട് ഈ സാധനം റീഡ് ചെയ്തിട്ട് ഇതിന്റെ അന്ന് 10 പോയിന്റ് എടുക്കാൻ നമുക്ക് പഠിക്കാം. സോ വി വാണ്ട് 10 പോയിന്റ്സ്. നമുക്ക് ഗ്രാഫിലേക്ക് നോക്കിയിട്ട് 10 പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ, ആ 10 പോയിന്റ് മാത്രം മതി നമുക്ക് എസ് എഴുതാനായിട്ട്. നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു നല്ലൊരു ഓതറിന്റെ ഒരു ബുക്ക് ഉണ്ട്, മിലാഹോ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി IELTS എഴുതി പഠിച്ച് പാസ്സായി എഴുതിയാണ്. സോ ഐ എം ജസ്റ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ബുക്ക് ആസ് വെൽ. പിന്നെ നമുക്ക് ഈ ഒരു ബുക്കും കൂടെ നമുക്ക് കവർ ചെയ്യണം. പിന്നെ നമുക്ക് ആ എസ്സേയുടെ കുറെ ക്വസ്റ്റ്യന്റെ അകത്തോടെ, അതായത് നമുക്ക് ഉത്തരം പഠിക്കുന്നേക്കാളും കൂടുതലായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് അതിന്റെ അകത്ത് എങ്ങനെ നമുക്ക് സംഭവം പുറത്തേക്ക് എടുക്കുന്ന ഐഡിയാസ് പുറത്തേക്ക് എടുക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കണം. പിന്നെ നമുക്ക് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഈ സാധനം നല്ലവണ്ണം കണ്ണാപ്പാടം പഠിക്കണം. അതായത് നമ്മൾ സപ്പോർട്ടിംഗ് പാരാഫ് എഴുതാനായിട്ട് therefore അത് കഴിഞ്ഞിട്ട് നമ്മൾ സെന്റൻസ് എഴുതും. ഇൻ കൺക്ലൂഷൻ, ഇൻ അതർ വേഴ്സ്, ആസ് എ റിസൾട്ട്, ഫൈനലി, ഇൻ സമ്മറി. ഇതെല്ലാം അതിൻ്റെ അകത്ത് വന്നം. അത് കൺക്ലൂഷൻ പാരാഫിൽ ഉപയോഗിക്കണം മാത്രമുണ്ട്. പിന്നെ സപ്പോർട്ടിംഗ് പാരാഫിന്റെ അകത്ത് ഇതെല്ലാം വന്നിരിക്കണം, ഇങ്ങനെല്ലാം. ഫർദർ മോർ, ഇൻ അഡീഷൻ, ബിക്കോസ്. അപ്പോ നമുക്ക് ഇതും ഇത്രയും ഇതാണ് അതിന്റെ അകത്ത് ഒക്കാബുലറി ആയിട്ട് അവർ മെയിൻ ആയിട്ട് കണക്ടിംഗ് വേർഡ്സ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കണം. എല്ലാം ട്രാൻസിഷൻ കണ്ടിന്യൂസ് ഫ്രേസസ് ആണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ പാരാഫിന്റെ അകത്ത് മെയിൻ ആയിട്ടും ഇതാ വന്നെ. നമുക്ക് ഇതും കാണപ്പം പഠിക്കാം. എപ്പം ഇപ്പോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ കൊടുത്തിട്ട് നമ്മൾ സിമ്പിൾ സെന്റൻസ് എഴുതിയാൽ മതി. ഇത് ഞാന് സിനിക ഫേസ്ബുക്കിന്റെ പേജ് കിട്ടിയായിരുന്നോ? എനിക്ക് കിട്ടിയായിരുന്നു സാറ്. സിമി കിട്ടുന്നുണ്ടോ? സിമി ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കണ്ട ഈ ബുക്കുകളൊക്കെ ഇല്ലേ, ഈ ബുക്കുകളൊക്കെ ഈ റീഡിങ്ങിന്റെ ബുക്കുകളുടെ ഉത്തരം ഞാൻ അപ്ലോഡ് വേറൊരു പേജ് ചെയ്യാം. അല്ല, ഉത്തരം ഇപ്പൊ ചെയ്യണില്ല. നമുക്കപ്പോ ആ ഒരു നമുക്കിപ്പോ എനിക്കൊരു 2 ദിവസം സമയം കിട്ടുമ്പോൾ ഞാൻ ഇതെല്ലാം ഇരുന്നിട്ട് നമുക്ക് ഡിഫറെന്റ് അങ്ങനത്തെ പേജ് കംപ്ലീറ്റ് ഉണ്ടാക്കാം. അപ്പൊ ഓരോന്നിനും പേജ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പൊ ജോലിക്ക് പോയത് നൈറ്റ് ചെയ്യാൻ പോയാലും നമുക്ക് ഇതിന്റെ അകത്തൂടെ വായിച്ചുകൊണ്ടിരിക്കാനും പറ്റും. അത്യാവശ്യം 1 hour ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ. അപ്പൊ നമുക്ക് റീഡിങ്ങിന്റെ എല്ലാം നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ മിനിമം ടാർഗറ്റ്, ഞാൻ ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇത്രയും ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സായേ പറ്റുള്ളൂ. കണ്ടോ, നമ്മള് ആദ്യത്തെ ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താ ഇത് 200 വാക്ക് എസ് ഓർ നോ മാത്രം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതെല്ലാം. ബട്ട് വി ക്യാൻ റീഫ്രഷ്, വി ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ. ഇതിന് സെപ്പറേറ്റ് പേജിൽ എല്ലാ ക്വസ്റ്റിനും ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇത് 400 ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് ഇതാണ് 18 ക്വസ്റ്റ്യൻ വന്നത്. ഇതാണ് ഏറ്റവും നല്ലത്, കാരണം ഇതിനകത്ത് എല്ലാ ടൈപ്പും വരുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് ഇട്ടേക്കണ വീഡിയോസ് എല്ലാം ചുമ്മാ സമയം കിട്ടുവാണെങ്കിൽ വെറുതെ ഇട്ട് കേട്ടുള്ളൂ. അപ്പൊ നമുക്ക് കുറെ കൂടെ എന്തെങ്കിലുമൊക്കെ അതിന്റെ അകത്ത് കിട്ടും.
ഓ സിമിക്ക് കിട്ടിയില്ല, സിനിക്ക് കിട്ടിയില്ലായിരുന്നല്ലോ. എനിക്ക് ലിങ്ക് കിട്ടിയായിരുന്നു. സിനിക്ക് കിട്ടിയായിരുന്നോ? എനിക്ക് കിട്ടിയില്ല. സിമിക്ക് കിട്ടിയോ? ഇല്ല. ഓക്കെ, സിമിയുടെ ഞാൻ ലിങ്ക് സിമിയുടെ സിമിയുടെ ഇമെയിൽ അഡ്രസ് എനിക്ക് ടെസ്റ്റ് ചെയ്യാമോ സിമി ഇപ്പൊ തന്നെ? സിമിയുടെ ഇമെയിൽ അഡ്രസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഇമെയിലിലേക്ക് ആ ലിങ്ക് ഞാൻ അയച്ചേക്കാം. അപ്പൊ അതിന്റെ അകത്ത് നമ്മളിപ്പോ ഇത്രയും ദിവസം എടുത്ത എല്ലാ ക്ലാസ്സുകളും ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിമി നൈറ്റ് കഴിഞ്ഞ് വന്നാൽ തന്നെയും ഒരു 1 hour ഇരുന്നിട്ട് അത് കാണാൻ ഒരു ഉറക്കം ശരിക്കും അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കംപ്ലീറ്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് പിക്ക് ചെയ്യാൻ പറ്റുവേ. അപ്പൊ ഇപ്പൊ എല്ലാ ക്ലാസ്സിനും ഒട്ടുമിക്ക ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എല്ലാ ക്ലാസ്സിനും അപ്ലോഡ് ചെയ്യണ്ട മെയിൻ ആയിട്ടുള്ള എല്ലാം. ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം മെയിൻ ആയിട്ട് പഠിച്ചത് മൺഡേ മുതല് നമുക്ക് കുറച്ചും കൂടെ ടെസ്റ്റ് കിട്ടിയാൽ വിട്ടേക്കാട്ടോ സമീപം തന്നെ. അപ്പൊ ആ യൂട്യൂബിന്റെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനി എല്ലാം കേൾക്കാറുണ്ടോ? സിനി എന്തെങ്കിലും കേട്ടാർന്നോ ഏതെങ്കിലും പറഞ്ഞ ക്ലാസ്? ഇന്നലെ വരെ ഉള്ളത് കേട്ടു. ഓ വെൽ ഡൺ, വെരി ഗുഡ്. അപ്പൊ ഒറ്റ ക്ലാസ് മിസ്സായില്ല അല്ലേ? വെൽ ഡൺ, ഗുഡ്. അപ്ലോഡ് ചെയ്തില്ലേ? അതെന്താ പറ്റേ അതെ ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത്. കാരണം ഞാൻ ആ ടെക്നോളജി യൂസ്ഡ് ആയിരുന്നില്ല. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ എന്താ പറഞ്ഞ ഇത് റെക്കോർഡ് ഓഫ് ചെയ്യാൻ പോയപ്പോഴാണ് റെക്കോർഡ് ഇട്ടില്ലെന്ന് കണ്ടത്. അതെല്ലാം നമ്മളിപ്പോ ഇത്രയും ദിവസവും ഇത്രയുമാണ് മെയിൻ ആയിട്ട് പഠിച്ചത് കേട്ടോ. അപ്പൊ നമ്മളെ ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് തന്നെയും ഈ സമയം കിട്ടുവാണെങ്കിൽ 1, 2, 3 ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് വീണ്ടും കേൾക്കുവാണെങ്കിൽ നമുക്കത് നല്ല തറവുമായിട്ട് പോകും. കാരണം ഞാൻ ഇത്രയും ദിവസം എല്ലാം കീപ് റിപ്പീറ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്കത് നല്ല തറവുമായിട്ട് പോരാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഒരു പണിയാ, നമുക്കപ്പൊ തിങ്കളാഴ്ച കാണാം. സിനി തിങ്കളാഴ്ച ഉണ്ടാവോ? ഓക്കെ, അപ്പൊ റെക്കോർഡ് ചെയ്ത് കണ്ടോളൂ. ഞാൻ ഫേസ്ബുക്കിന്റെ സിനി എന്റെ ഫേസ്ബുക്കിൽ ഇല്ല സിനി? ഇല്ല. ഓക്കെ, എന്റെ ഫേസ്ബുക്കിലേക്ക് റിക്വസ്റ്റ് അയക്കാവോ? ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. സാർ ലിങ്ക് അയച്ചെന്ന് എനിക്ക് കിട്ടിയായിരുന്നു. അത് അങ്ങനെ എന്റെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഉണ്ടാക്കുന്ന എല്ലാ പേജും എനിക്ക് അപ്പൊ തന്നെ സിനിയുടെ ഫേസ്ബുക്കിലേക്ക് എനിക്ക് പേസ്റ്റ് ചെയ്ത് വെക്കായിരുന്നു. എന്റെ ഫേസ്ബുക്കിലോട്ട് സിമി എന്റെ ഫേസ്ബുക്കിൽ ഇല്ലേ സിമി? ഓക്കെ. ഞാനപ്പോ ആ ലിങ്ക് ഞാൻ സിമിയുടെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ലിങ്ക് അതനുസരിച്ച് കേട്ടോ. യൂട്യൂബിലേക്ക് ഞാൻ ഇപ്പൊ വിട്ടേക്കാം. ഒരു 2 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ അപ്പൊ തന്നെ ഞാനേ